ഹലോ വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഹെയർ ഹാക്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഹെയർ ഹാക്ക് വന്നിട്ട് നമ്മൾ നോർമലായിട്ട് പോണിറ്റെയിൽ കെട്ടുമ്പോൾ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ ഹെയർ താഴോട്ട് ഹെഡ് താഴോട്ട് ബെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മിക്കവാറും ആളുകൾ പോണിറ്റെയിൽ കെട്ടാറ്. അപ്പോൾ വരുന്ന പ്രശ്നമാണ് കണ്ടോ, ഈ ഒരു ഹമ്പ് എവിടെയും ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരാറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹെഡ് ഒന്ന് ബാക്കിലോട്ട് ടിൽറ്റ് ചെയ്തിട്ട് നമ്മൾ നോർമലി ഹെയർ കെട്ടുന്ന പോലെ തന്നെ അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ വരുന്ന ഡിഫറൻസ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഹാക്ക് വന്നിട്ട് നമ്മൾ നോർമലായിട്ട് പോണിറ്റെയിൽ കെട്ടുമ്പോൾ ഒരു പ്രശ്നമാണ് എന്താണ്, നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്ത് വളരെ കുറവായിട്ടായിരിക്കും തോന്നിക്കുന്നത് അല്ലേ. നമുക്കുള്ള ഹെയറിൻ്റെ ലെങ്ത്തിനേലും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെയർ ലെങ്തി ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് പോണിറ്റെയിൽ കെട്ടുന്ന പോലെ കെട്ടുക. പക്ഷേ നമ്മൾ കെട്ടുന്നതിൻ്റെ താഴെ ഭാഗത്തുള്ള ഹെയർസ് മാത്രം നമ്മൾ വിടുക. അവിടെ മാത്രം എടുക്കാണ്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് ഹെയർ എടുത്തിട്ട് നമ്മളൊരു ഹൈ പോണിറ്റെയിൽ കെട്ടുക. നോർമലി ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലവരെന്ന് പറഞ്ഞാൽ താഴത്തെ ആ ഒരു പോർഷൻ വേറൊരു പോണിയായിട്ട് സെക്കൻഡ് പോണി പോലെ ആദ്യത്തെ പോണി ടെയിലിൻ്റെ താഴെയായിട്ട് കെട്ടാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സൈഡിലോട്ടൊക്കെ ചരിയുമ്പോഴേക്കും താഴെയുള്ള ആ ഒരു ഹെയർ ബാൻഡും കൂടെ കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അത്ര വൃത്തി വരില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കൂടെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഹെയറിൻ്റെ ആ ഒരു സെക്കൻഡ് പോണിയും കാണില്ല, നമുക്ക് ഹെയർ ലെങ്ത്ത് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്ത ഹാക്ക് വന്നിട്ട് നമ്മൾ കുറേ പേര് സഫർ ചെയ്യണതായിരിക്കുള്ളൂ. നമ്മൾ എങ്ങനെയൊക്കെ മുടി എത്ര സ്റ്റൈലിൽ വെച്ചാലും ഈ കുഞ്ഞു കുഞ്ഞു മുടികൾ അവിടെ ഇവിടേക്ക് ഇങ്ങനെ പൊന്തി സ്പ്രിങ് പോലെ നിൽക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടിൽ കുറേ മുടികൾ ഇങ്ങനെ പൊട്ടിക്കിടക്കുക. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൂത്ത് ബ്രഷിൽ കുറച്ച് ഹെയർ സ്പ്രേ ആണ് അടിക്കുന്നത്. കുറച്ചധികം ഹെയർ സ്പ്രേ അടിച്ചിട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ ഹെയറൊക്കെ പൊന്തി നിൽക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് ഇതേപോലെ ചീകി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചീകി കൊടുക്കുമ്പോൾ നമ്മുടെ ആ ബേബി ഹെയർസ് എല്ലാം നമ്മുടെ നോർമൽ ഹെയറിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒതുങ്ങി നല്ല നീറ്റായിട്ടിരിക്കും. ഇപ്പം നമ്മൾ ഹെയറൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതങ്ങനെ നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെ അത് പൊന്തി വരുന്നതിനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ എൻ്റെ ലെഫ്റ്റ് റൈറ്റും കാണുമ്പോൾ തന്നെ അറിയാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഹെയർ സ്പ്രേ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹെയർ ജെൽ എടുത്തിട്ട് നമ്മളുടെ ഹെയർ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുടിയിരിക്കും. അപ്പോൾ അടുത്ത ഹാക്ക് വന്നിട്ട് നിങ്ങളുടെ ഹെയർ കുറച്ച് ഓയിലിയാണ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണം എന്നുള്ള ടൈമിൽ നിങ്ങളുടെ ഹെയർ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിക്കായിട്ടുള്ള ഒരു ഹെയർ ഹാക്കാണിത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിലത്തെ കുറച്ച് ഹെയർസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബേബി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം എൻ്റെ ഹെയറിൽ ഇപ്പോൾ ഓയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഹെയറിൽ ഞാൻ നന്നായിട്ട് തന്നെ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ആ തിളക്കം കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും എൻ്റെ ഹെയറിൽ നന്നായിട്ട് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു പോർഷൻ മാത്രം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഓയിൽ കളയാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ടാൽക്കം പൗഡർ എടുക്കുക. ഞാനിപ്പോൾ ഹിമാലയയുടെ ഒരു ടാൽക്കം പൗഡറാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ടാൽക്കം പൗഡറാണോ ഉള്ളത് അത് എടുത്തിട്ട് നമ്മുടെ ഓയിലുള്ള പോർഷനിൽ നന്നായിട്ട് ഈ പൗഡർ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്കാൽപ്പിലാണ് ഓയിലി ആയിട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് ഈ പൗഡർ ഇടുക. ഇപ്പം എൻ്റെ സ്കാൽപ്പിൽ അധികം ഓയിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എൻ്റെ ഹെയറിൽ ഇതേപോലെ ഓയിലി ആക്കിയിട്ട് അതിൽ ഈ പൗഡർ ഇട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് സ്കാൽപ്പിലാണ് ഓയിലി ആയിട്ട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ട് പൗഡർ ഇടുക. എന്നിട്ട് ഒരു ചീപ്പ് കൊണ്ട് നമ്മൾ നന്നായിട്ട് കൊടുക്കുക. അങ്ങനെ ചീകി കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയിൽ പൗഡർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വെള്ളച്ചിരിക്കില്ലേ, അതൊന്നും ഉണ്ടാവത്തില്ല. ശരിക്കും നന്നായിട്ടൊന്ന് ചീകി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഓയിലും പോവും, നല്ല ഷാമ്പൂ ചെയ്ത ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാകും. ഒരു ഡ്രൈ ഷാമ്പൂവിൻ്റെ രീതിയിലാണ് നമുക്ക് ശരിക്കും ഈ ഒരു ടാൽക്കം പൗഡർ അന്നേരത്തെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഹാക്ക് വന്നിട്ട് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നൊരു ഹാക്കായിരിക്കും. നമ്മുടെ മുടി കുറച്ച് ഉള്ളില്ലാത്ത രീതിയിൽ ഒട്ടി ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ
മുടി ഒന്ന് ബാക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുക. അപ്പോൾ ശരിക്കും തിരിച്ചിടുമ്പോഴേക്കും നല്ല ഉള്ളായിട്ട് കിടക്കും. അതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ മുടി ചീകിയിട്ട് നന്നായിട്ട് ഹെയർ സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് നല്ല ഉള്ളുള്ള ഒരു ബൂമായിട്ട് നമ്മുടെ മുടി കിടക്കും. അപ്പോൾ ഇത്രയുള്ളൂ ഗായ്സ്, നമ്മുടെ കുട്ടി കുട്ടി ഹെയർ ഹാക്സിൻ്റെ വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ബൈ.